അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. സൗർ ഗുഹയിൽ നിന്നും യാത്ര പുറപ്പെട്ട് 12ാമത്തെ ദിവസം പ്രഭാതം വിടരുന്നതിന് മുമ്പേ അവർ അഖീഖ് താഴ്വരയിലെത്തുകയുണ്ടായി. ആ താഴ്വാരം മുറിച്ചു കടന്ന് കറുത്ത പാറക്കൂട്ടങ്ങളുള്ള ഒരു കുന്നിൻ ചെരുവിലേക്ക് അവർ കയറാൻ തുടങ്ങി. അവരതിന് മുകളിലെത്തും മുമ്പേ സൂര്യൻ ഉച്ചിയിലെത്തുകയും വെയിലിൻ്റെ കാഠിന്യം ശക്തിപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പകൽ നേരത്ത് ചൂട് കുറയുന്നത് വരെ അവരെവിടെയെങ്കിലും വിശ്രമിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് അവർ എല്ലാം മറന്ന് കുന്നിൻ പാതയിലേക്കു കയറി. അങ്ങനെ സമതലത്തിൻ്റെ കാഴ്ചപ്പുറത്ത് എത്തിയപ്പോൾ അവർ വല്ലാതെ സന്തോഷിച്ചു. കാരണം ആ സ്ഥലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സ്വപ്നം കണ്ട 2 ശിലാപർവ്വതങ്ങൾക്കിടയിലെ ജലസമൃദ്ധമായ പ്രദേശം. ഈന്തപ്പനകൾ നിറഞ്ഞ ഹരിതാഭ പൂണ്ട മുന്തിരിവള്ളികളുള്ള നിബിഡമായ ഉപവനങ്ങളാൽ സമ്പന്നമായ ആ ഭൂമിയിലെത്തണമെങ്കിൽ ഇനി 3 നാഴികകൾ കൂടി താഴേക്കിറങ്ങണം. പച്ച പിടിച്ചു നിൽക്കുന്ന അടുത്ത ഭൂവിടം ഉബ ആണ്. മക്കയിൽ നിന്നുള്ള നിരവധി പ്രവാസികൾ ആദ്യം താമസിച്ചിരുന്നത് അവിടെയാണ്. അവരിൽ പലരും ഇപ്പോഴും അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴികാട്ടിയോട് പറഞ്ഞു, നീ ഖുബായിലെ ബനു അംർ പ്രദേശത്തേക്ക് ഞങ്ങളെ എത്തിക്കണം. പട്ടണത്തിൻ്റെ അടുത്തെത്താനും പാടില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മരുപ്പച്ചയുടെ തടമാണ് ബനു അംർ. ആ പ്രദേശമാണ് പിന്നീട് മദീന എന്ന പേരിൽ പ്രശസ്തമാകുന്നത്. നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവാചക തിരോധാനത്തെക്കുറിച്ചും അവിടുന്ന് കണ്ടെത്തുന്നവർക്കുള്ള പാരിതോഷികങ്ങളെക്കുറിച്ചുമുള്ള വൃത്താന്തം മദീനയിലെത്തിയിരുന്നു. ഖുബായിലുള്ള ജനങ്ങളാവട്ടെ ദൈവദൂതരെ ഏത് അവസരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും പ്രഭാത പ്രാർത്ഥനയ്ക്കു ശേഷം ബനു അംറിലെ ആരെങ്കിലും കണ്ണെത്താ ദൂരത്തേക്ക് നോക്കി അവരുടെ വരവും പാർത്തു നിൽക്കുമായിരുന്നു. തൻ്റെ പാർപ്പിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നിരുന്ന ഒരു ജൂതൻ്റെ കണ്ണുകളിലാണ് ഈ ദൃശ്യം ആദ്യം പതിഞ്ഞത്. ഖുബായിലെ ജൂതന്മാർക്ക് തങ്ങളുടെ അയൽപ്പക്കക്കാരിൽ നിന്ന് ആ വിവരം കിട്ടിയിരുന്നു. ഏതോ ഒരു പ്രധാനി വരുന്നു എന്നത് മാത്രമാണ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ജൂതൻ്റെ അറിവ്. അയാൾ വിളിച്ചു പറഞ്ഞു, ഖൈലായുടെ മക്കളെ, അദ്ദേഹമിതാ വരുന്നു, അദ്ദേഹമിതാ വരുന്നു. ഖൈല യസ്രിബിലെ അറബികളുടെ പൂർവ്വമാതാവാണ്. അപ്പോൾ ആ ജൂതൻ പറയുന്നത്, നാട്ടുകാരെ വാ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആള് ഇതാ എത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ എല്ലാവരും ആ മനുഷ്യന്റെ വിളി കേട്ട് ഒത്തുകൂടി. അപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. മുസ്ലിംകൾ തങ്ങളുടെ ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കാനെത്തിയിരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടക്കോപ്പുകളും അംഗവസ്ത്രങ്ങളും അവർ കൂടെ കരുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഗാർഡ് ഓഫ് ഹോണർ നൽകാനുള്ള ആവേശ തള്ളിച്ചയിലാണ് യുവാക്കൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനോരുടെ ആ പുണ്യവദനങ്ങൾ കാണുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നയനാനന്ദക കാഴ്ചയിൽ ലയിച്ച് അവരുടെ ചുണ്ടുകളും നാവുകളും ഒരുമിച്ച് ഈണത്തിലും താളത്തിലും മുൻനിശ്ചയമില്ലാതെ ചലിക്കുകയാണ്. ഏതാണ് മക്കളെ ആ ഗാനം? നമുക്കറിയാലോ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع. ഞങ്ങൾക്ക് മുകളിൽ ഇതാ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. സനിയത്തിൽ വദാഇൽ നിന്ന്. സനിയത്തിൽ വദാഇ അവിടെയുള്ള ഒരു കുന്നാണ്. അവർ അവിടുന്ന് കാത്തിരുന്നതൊക്കെ ആ കുന്നിലാണ്. അതാണ് ഇവിടെ പാടുന്നത്. ഞങ്ങൾക്ക് മുകളിൽ ഇതാ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു.
സനിയത്തിൽ വദായിൽ നിന്ന് ഞങ്ങൾ നന്ദിയോതാൻ കടപ്പെട്ടിരിക്കുന്നു. സർവേശ്വരൻ ആരാധിക്കപ്പെടുവോളം ഞങ്ങൾക്ക് വേണ്ടിയല്ലോ അങ്ങ് നിയുക്തരായിരിക്കുന്നത്. താങ്കൾ വന്നിരിക്കുന്നല്ലോ അനുസരിക്കേണ്ട കൽപ്പനകളുമായി. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്പേർ കൊട്ടിയും പാട്ടുപാടിയും അള്ളാഹുവിൻ്റെ ഹബീബോരെ വരവേറ്റു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുവാക്കളും കറുത്ത വർഗക്കാരായ അടിമകളും കുന്തപ്രയോഗത്തിലെ തങ്ങളുടെ നൈപുണ്യം പ്രദർശിപ്പിച്ചു. അത്യപൂർവമായ ആഹ്ലാദത്തിൻ്റെ ഒരു ഉച്ചനേരമായിരുന്നു അത്. ആവേശഭരിതരായി നിൽക്കുന്ന ആ ജനക്കൂട്ടത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഹേ ജനങ്ങളെ, നിങ്ങൾ പരസ്പരം ശാന്തി വജസ്സുകൾ കൈമാറുക, അഗതികൾക്ക് അന്നമൂട്ടുക, കുടുംബ ബന്ധം മാന്യമായി പരിപാലിക്കുക, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയായാൽ നിങ്ങൾ സന്തോഷത്തോടെ സ്വർഗത്തിലെത്തും. ചരിത്രം പുതിയൊരു താൾ മറിക്കുകയാണ് ഇവിടെ. പീഡിത ഇസ്ലാം ഒരു അഭയസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ലോക ചരിത്രത്തെ അടിമുടി മാറ്റി മറിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമാവുകയാണ് ഇനി മുതൽ മദീന. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ഹിജ്റ. മക്കയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവും നടത്തിയ പലായനം. ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് ഹിജ്റ കലണ്ടർ ഉണ്ടായത്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയത് റബീഉൽ അവ്വൽ 12-നായിരുന്നെങ്കിലും അനുചരന്മാർ അവിടുന്നിൻ്റെ നിർദ്ദേശപ്രകാരം 3 മാസം മുമ്പേ എത്തി തുടങ്ങിയിരുന്നു. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അഖബ ഉടമ്പടി ഉണ്ടാക്കി ദിവസങ്ങൾക്കകം, അതായത് മുഹറം മാസത്തിൽ. അങ്ങനെയാണ് ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം മുഹറം മാസമായത്. ഈ കാലഗണന തുടങ്ങുന്നത് AD 622-ലാണ്. നിങ്ങളുടെ ദുആയിൽ ഓർമ്മിക്കുക. അസ്സലാമു അലൈക്കും.